നമസ്കാരം, ടോപ് 10ലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എവിടെ എന്നതാണ് ചോദ്യം. രാഹുലിനെ തേടുകയാണ് അന്വേഷണ സംഘം. എത്ര നാളിങ്ങനെ ഒളിച്ചു കളിക്കാൻ രാഹുലിന് കഴിയും? യുവതിയുടെ ആരോപണങ്ങളും മൊഴിയും അങ്ങേയറ്റം ഗുരുതരമാണ്. ഒളിവിലിരുന്ന് നിയമപോരാട്ടവുമായി രാഹുൽ മുൻപോട്ടു പോകുമ്പോൾ ചോദ്യങ്ങൾക്ക് അക്കമിട്ട് മറുപടി പറഞ്ഞേ മതിയാകൂ. അറബിക്കടൽ ഇരമ്പി വന്നാലും നിലപാടിൽ മാറ്റമില്ലെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പക്ഷം. സമഗ്രമായ വാർത്തയിലേക്ക് വരാം. ആദ്യം നോക്കാം ഇന്നത്തെ 10 പ്രധാനപ്പെട്ട വാർത്തകൾ. മൊഴികളിൽ തെളിയണം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന കേസിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. മൊഴി കൊടുത്തത് നെയ്യാറ്റിൻകര മജിസ്ട്രേറ്റിന് മുൻപിൽ. യുവതിയുടെ പീഡന പരാതിയിൽ ബലാത്സംഗം, നിർബന്ധിത ഭ്രൂണഹത്യ, ദേഹോപദ്രവം തുടങ്ങിയ ഗുരുതര കുറ്റങ്ങൾ. ഗർഭിണിയാണെന്നറിഞ്ഞിട്ടും രാഹുൽ പീഡിപ്പിച്ചെന്ന യുവതിയുടെ മൊഴി. കേസ് പ്രത്യേക സംഘം അന്വേഷിക്കും. കൂട്ടത്തിൽ ഇല്ല, കാണാമറയത്ത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാൻ നീക്കം. ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി. തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി രാഹുൽ മാങ്കൂട്ടത്തിൽ. യുവതിയുമായുള്ളത് സൗഹൃദമെന്നും ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതെന്നും വിശദീകരണം. രാഹുലിനെതിരെ കോൺഗ്രസ് നേതൃത്വത്തിനും രേഖാമൂലം പരാതി നൽകി യുവതി. അറബിക്കടൽ ഇരമ്പി വന്നാലും രാഹുലിനെതിരെ എടുത്ത നിലപാടിൽ മാറ്റമില്ലെന്ന് VD സതീഷ്. VC-യിൽ വൈകരുത്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC നിയമനത്തിൽ തീരുമാനം വൈകുന്നതിൽ അതൃപ്തി അറിയിച്ച് സുപ്രീം കോടതി. എത്രയും വേഗം തീരുമാനമെടുക്കണമെന്ന് നിർദ്ദേശം. രേഖകൾ കിട്ടിയിട്ടില്ലെന്നും പാനൽ കൈമാറിയപ്പോൾ മുഖ്യമന്ത്രി മെറിറ്റ് അവഗണിച്ചുവെന്നും ഗവർണർ സുപ്രീം കോടതിയിൽ. ജസ്റ്റിസ് ദൂലിയ നൽകിയത് വെറും കടലാസ് കഷ്ണമല്ലെന്ന് സുപ്രീം കോടതി. അഴിമതിക്ക് സർക്കാർ അകമ്പടി. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ സർക്കാരിന് തിരിച്ചടി. കോടതി അലക്ഷ്യം പരിശോധിച്ച് മറുപടി പറയാമെന്ന് അതൃപ്തിയോടെ ഹൈക്കോടതി. സംസ്ഥാന സർക്കാർ അഴിമതിക്ക് കുടപിടിക്കുകയാണോ എന്ന് കോടതി. സന്നിധാനത്തിന് സദ്യവട്ടം. ശബരിമലയിൽ ചൊവ്വാഴ്ച മുതൽ അന്നദാന സദ്യ വിളമ്പുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ. കേരളത്തിന് പുറത്തുള്ള തീർത്ഥാടകർക്ക് സദ്യ അല്ലെങ്കിൽ മറ്റ് സംവിധാനം ഒരുക്കുമെന്നും വിശദീകരണം. തുടർച്ചയായ 5ാം ദിവസവും ശബരിമലയിൽ അയ്യപ്പ ഭക്തരുടെ തിരക്ക്. കൂടെ നിന്നാൽ കൂടെ കൂട്ടും. മോദിയുടെ ക്ഷണം സ്വീകരിച്ച് റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഇന്ത്യയിലേക്ക്. അടുത്ത മാസം 4, 5 തീയതികളിൽ പുടിൻ ഇന്ത്യ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. അമേരിക്കയുടെ താരിഫ് ഭീഷണിയും റഷ്യ-യുക്രൈൻ യുദ്ധവും ചർച്ചയാകും. 3ാം ലോകരാഷ്ട്രങ്ങളിൽ നിന്നുമുള്ള കുടിയേറ്റം സ്ഥിരമായി തടയുമെന്ന് ഡൊണാൾഡ് ട്രംപ്. കളിമറന്ന് കേരളം. സയ്യിദ് മുഷ്താഖ് അലി. 2020 ക്രിക്കറ്റിലെ 2ാം മത്സരത്തിൽ കേരളത്തിന് തോൽവി. റെയിൽവേസിന് 32 റൺസിന്റെ ജയം. കേരളത്തിന്റെ അടുത്ത മത്സരം ഞായറാഴ്ച ഛത്തീസ്ഗഡിൽ. സ്കൈയിൽ സ്റ്റക്കായി. മൂന്നാറിലെ ആനച്ചാലിൽ സ്കൈ ഡൈനിങ്ങിൽ വിനോദസഞ്ചാരികൾ കുടുങ്ങി. 3 മണിക്കൂറിന് ശേഷം രക്ഷപ്പെടുത്തി. ക്രെയിനിൽ സാങ്കേതിക തകരാറുണ്ടായെന്ന വിശദീകരണം. കുടുങ്ങിയത് 2ഉം 4ഉം വയസ്സുള്ള കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 5 പേർ. സ്കൈ ഡൈനിങ്ങിന് നിയമപരമായ അനുമതിയില്ലെന്ന് കണ്ടെത്തൽ. സ്റ്റോറി ഓഫ് ദ ഡേ. ഓർമ്മ ചിത്രങ്ങളിൽ VS. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡനം, നിർബന്ധിത ഗർഭഛിദ്രം, നഗ്നചിത്രം കാട്ടി ഭീഷണിപ്പെടുത്തൽ ഉൾപ്പെടെ ഗുരുതര വകുപ്പുകൾ ചുമത്തി കേസെടുത്തു. യുവതിയുടെ രഹസ്യമൊഴി മജിസ്ട്രേറ്റിന് മുൻപിൽ രേഖപ്പെടുത്തി. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. അതേസമയം പെൺകുട്ടിയുമായി ഉഭയകക്ഷി സമ്മതത്തോടെയുള്ള ബന്ധമായിരുന്നുവെന്നും ഗർഭത്തിന്റെ ഉത്തരവാദി താനല്ല എന്നും യുവതി സ്വയം മരുന്ന് കഴിച്ചതാണെന്നും മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുലിന്റെ വാദം. ഹർജിയിൽ തിങ്കളാഴ്ച കോടതി വാദം കേൾക്കും. ഇതിനിടെ ഒളിവിൽ കഴിയുന്ന രാഹുലിനെതിരെ ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചു. അന്വേഷണവുമായി സഹകരിക്കുമെന്നും ജാമ്യം അനുവദിക്കണമെന്നുമാണ് ആവശ്യം. ഹർജി നാളെ പരിഗണിക്കാനാണ് സാധ്യത. വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്നും.
അൺഫിൽറ്റർ യുവതിയുടെ ആരോപണങ്ങൾ ഗുരുതരമാണ്. രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തുന്നു. അപ്പോഴും ഉയരുന്ന ചോദ്യം രാഹുൽ എവിടെ എന്നതാണ്. കേരളം വിട്ടു എന്ന സൂചനകൾ പുറത്തുവരുന്നു. ജാമ്യം പോലും ലഭിക്കാത്ത വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. രാഹുലിനെതിരെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് പാർട്ടിക്ക് അക്ഷരാർത്ഥത്തിൽ ഇങ്ങനെയൊരു വെട്ടിലായിരിക്കുന്നത് എന്നതാണ് അക്ഷരാർത്ഥത്തിൽ പറയാനുള്ളത്. എന്താണ്, എങ്ങനെയാണ് വിവരങ്ങൾ അൺഫിലിറ്റ്? അശ്വതി, തീർച്ചയായും ഈ അതിജീവിത വളരെ ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടത്തിയിരിക്കുന്നത്. ഇത് തന്നെ ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴിയായി നൽകുകയും ചെയ്തു. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ച് തന്നെ ഗർഭഛിദ്രത്തിന് വിധേയയാക്കി. ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ കഠിനമായ രീതിയിൽ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തിരുന്നു. ഗർഭിണിയാണ് എന്ന് അറിഞ്ഞതിന് ശേഷവും രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അതോടൊപ്പം തന്നെയും ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചു, മരുന്ന് കഴിപ്പിച്ചു, ഒരു സുഹൃത്ത് വഴി മരുന്ന് നൽകി. അതിനുശേഷം വീഡിയോ കോളിലൂടെ തന്നെ ഭീഷണിപ്പെടുത്തി താൻ ഈ മരുന്ന് കഴിച്ചതായി ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. തൻ്റെ ജീവന് അപകടമുണ്ടാകും, ജീവന് പോലും ഭീഷണിയാകുന്നു എന്ന് കരഞ്ഞപേക്ഷിച്ചിട്ട് പോലും അതിന് വിധേയമായില്ല. അത് സമ്മതിക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ച് ഗർഭഛിദ്രത്തിന് വേണ്ടി നിർബന്ധിക്കുകയായിരുന്നു, മരുന്ന് കഴിപ്പിക്കുകയായിരുന്നു. മാത്രവുമല്ല ക്രൂരമായ ദേഹോപദ്രവം ഏൽപ്പിച്ചു. താൻ വിവാഹിതയാണ് എന്ന് അറിഞ്ഞിട്ടും തനിക്ക് നേരെ പീഡനം നടന്നു എന്ന രീതിയിലുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്. രാഹുൽ ഏതൊക്കെ രീതിയിൽ തന്നെ ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടുണ്ട്, ക്രൂരമായി പീഡിപ്പിച്ചിട്ടുണ്ട്, അത് മുഴുവനും വിവരിച്ചാണ് ഈ അതിജീവിത ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകിയിരിക്കുന്നത്. ഒപ്പം മജിസ്ട്രേറ്റിന് രഹസ്യമൊഴി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗം, പീഡനം, ഗർഭഛിദ്രത്തിന് വേണ്ടി പ്രേരിപ്പിച്ചു, അതടക്കമുള്ള വളരെ ഗുരുതരമായ ജാമ്യം ലഭിക്കാത്ത രീതിയിലുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ FIR കേസെടുത്തിരിക്കുന്നത്. അതേസമയം രാഹുൽ ആകട്ടെ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുകയാണ്. ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഈ യുവതി നിരത്തിയ വാദങ്ങളൊക്കെ ഖണ്ഡിച്ചുകൊണ്ടാണ് ഈ ജാമ്യാപേക്ഷയിൽ പറയുന്നത്. അതായത് യുവതിയുമായി യുവതി ഇങ്ങോട്ട് വന്ന് സൗഹൃദം സ്ഥാപിക്കുകയായിരുന്നു, ഫേസ്ബുക്കിലൂടെ സൗഹൃദം സ്ഥാപിക്കും. യുവതിയുടെ ദയനീയ അവസ്ഥ തന്നെ ബോധ്യപ്പെടുത്തി, അതായത് ഗാർഹിക പീഡനം ഉൾപ്പെടെ, ഭർത്താവിൽ നിന്ന് നേരിട്ട പീഡനം ഉൾപ്പെടെയൊക്കെ വിവരിക്കുകയും അങ്ങനെ സഹതാപം പിടിച്ചു പറ്റുകയുമാണ് യുവതി ചെയ്തത്. അതിനുശേഷം ആ ബന്ധം അങ്ങനെ ശാരീരിക ബന്ധത്തിലേക്ക് മാറുകയും യുവതിയുടെ ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ബന്ധം നടന്നിട്ടുള്ളതെന്ന് രാഹുൽ പറയുന്നു. ഗർഭിണിയായിരുന്നില്ല, അഥവാ ഗർഭിണിയാണെങ്കിൽ ആ ഗർഭത്തിൻ്റെ ഉത്തരവാദി താനല്ല എന്നും യുവതി ഭർത്താവും ഒരുമിച്ചാണ് കഴിഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ തനിക്ക് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയില്ല എന്നും താൻ യാതൊരു വിധത്തിലും ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചിരുന്നില്ല എന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. മാത്രമല്ല യുവതി തനിയെയാണ്, സ്വയമാണ് മരുന്ന് ഗുളിക കഴിച്ചത്. അതുകൊണ്ട് തന്നെയും അത് ഗർഭഛിദ്രത്തിന് താൻ നിർബന്ധിച്ചിട്ടില്ല എന്ന വാദമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തുന്നത്. അത് ഈ ജാമ്യാപേക്ഷയിൽ തിങ്കളാഴ്ച കോടതി ഹർജി പരിഗണിക്കും. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ഒളിവിലാണ്. രാഹുലിനെതിരെ പോലീസ് ശക്തമായ നിരീക്ഷണം തന്നെയാണ് നടത്തുന്നത്. രാഹുൽ സംസ്ഥാനം വിട്ടിട്ടുണ്ടാകുമെന്ന നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ. ഒപ്പം രാഹുൽ വിദേശത്ത് കടക്കാതിരിക്കാൻ വേണ്ടി റെയിൽവേ വിമാനത്താവളങ്ങളിൽ ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ കേസിൽ ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. അതേസമയം രാഹുലിൻ്റെ ഹർജി തിങ്കളാഴ്ച കോടതി പരിഗണിക്കുന്നു. ഒപ്പം തന്നെയും രാഹുൽ മാങ്കൂട്ടത്തിൽ കടുത്ത പ്രതിരോധത്തിന് തന്നെയാണ് വലിയ രീതിയിൽ രാഹുലിൻ്റെ സുഹൃത്തായിരിക്കുന്ന ഈ ഗുളിക കഴിക്കാനായി ഗുളിക നൽകിയെന്ന് പറയപ്പെടുന്ന രാഹുലിൻ്റെ സുഹൃത്ത് കേസിൽ രണ്ടാം പ്രതിയാണ്. എന്തായാലും ശക്തമായ നിരീക്ഷണം തന്നെയാണ് പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അശ്വതി, ശരി, വിവരങ്ങളാണ് അൺഫിലിറ്റ് ഡിസൂസ തിരുവനന്തപുരത്തു നിന്നും നൽകിയത്. അതേസമയം യുവതി ലൈംഗിക പീഡന പരാതി നൽകിയതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കേരളം വിട്ടെന്ന സൂചന. രാഹുലിന്റെ 3 നമ്പറും 2 സഹായികളുടെ നമ്പറും സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. രാഹുലിന്റെ അടൂരിലെ വീടിന് പോലീസ് കാവൽ ഏർപ്പെടുത്തി. നിലവിൽ രാഹുലിന്റെ അമ്മയും സഹോദരിയും മാത്രമാണ് വീട്ടിലുള്ളത്. പ്രതിഷേധമുണ്ടാകാൻ സാധ്യതയുള്ള സാഹചര്യത്തിലാണ് പോലീസ് ഇന്നലെ രാത്രി മുതൽ കാവൽ ഏർപ്പെടുത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ അന്വേഷണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം സജ്ജമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസ് മാധ്യമങ്ങളോട് ഇതിനെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. The case has been registered only today, re-registered only today in Neman police station, and we are doing the basic formalities. There is not much which I can reveal at this stage. There are a lot of aspects involved in that. So I think already a lot of information are available in the media. So I think we are doing the basic formalities and other required things to be done in the investigation at present. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധവും വിമർശനവും ശക്തമാകുമ്പോൾ രാഹുലിനെതിരെ തൽക്കാലം കൂടുതൽ നടപടികളിലേക്ക് കടക്കേണ്ടതില്ല എന്നാണ്
പാർട്ടിയുടെ തീരുമാനം. പരാതിയുമായി യുവതി ഇപ്പോൾ വന്നതിന് പിന്നിൽ മറ്റ് രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന ആരോപണം ശക്തമാക്കി പ്രതിരോധം തീർക്കുകയാണ് കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് വേളയിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ രാഹുൽ വിഷയം സർക്കാരും CPM-ഉം ഉയർത്തിക്കാട്ടുന്നുവെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ കോൺഗ്രസിൽ നേതാക്കൾ രണ്ട് തട്ടിലായിരുന്നു. പരാതിയൊന്നുമില്ലാതിരുന്ന സമയത്ത് വെറും ആരോപണത്തിന്റെ പേരിൽ മാത്രം സസ്പെൻഡ് ചെയ്ത് മാതൃകാപരമായ നിലപാടെടുത്തവരാണ് തങ്ങളെന്ന വാദം അന്നും ഇന്നും ഉയർത്തുകയാണ് കോൺഗ്രസ്. രാഹുലിനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം ഇപ്പോഴും ശക്തമായി തന്നെ പാർട്ടിക്കുള്ളിൽ പ്രതിരോധ കവചം തീർക്കുന്നു. എല്ലാ തെരഞ്ഞെടുപ്പ് സമയങ്ങളിലും കേസുകൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ലക്ഷ്യമാണ്. രാഹുലിനെതിരെ ആക്ഷേപം ഉയർന്നപ്പോൾ തന്നെ അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും നിയമസഭാ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് ഞങ്ങളെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. രാഹുൽ തെറ്റ് ചെയ്തതിനാൽ പാർട്ടി സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് കൂടുതൽ നടപടികളിലേക്ക് ഇപ്പോൾ കടക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് നേതൃത്വം. കാരണം പരാതിയുമായി അതിജീവിത ഇപ്പോൾ വന്നതിന് പിന്നിൽ മറ്റു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വേളയിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിരോധത്തിലായിരിക്കുന്ന സർക്കാരിനും CPM-നും അത് മറച്ചുപിടിക്കാനുള്ള അവസരമായി രാഹുൽ വിഷയം ഉയർത്തിക്കാട്ടുന്നുവെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തി. പാർട്ടിയിൽ നിന്നും സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ഏറ്റവും കടുത്ത നടപടിയാണ്. പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. നിയമസഭ നടന്നപ്പോൾ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ആരോപണം വന്ന ഒരാൾക്ക് എതിരെ എടുക്കാവുന്നതിന്റെ പരമാവധി കാര്യമാണ് കോൺഗ്രസ് പാർട്ടി ചെയ്തിരിക്കുന്നത്. ഒരു പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ സ്വീകരിക്കേണ്ട എല്ലാ കാര്യം സ്വീകരിച്ചിട്ടുണ്ട്. ഇതേ സംബന്ധിച്ച് ആദ്യം മുതൽ ഞാനൊരു നിലപാടെടുത്ത ആളാണ്. അത് ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. കേസ് പെട്ടെന്ന് ഒരു കേസുമായിട്ട് വന്നത് രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണ് എന്ന് വിചാരിച്ച് ആര് കുറ്റം ചെയ്തെന്നോ ഇല്ല എന്നോ പറയാൻ കഴിയില്ല. അത് തീരുമാനിക്കേണ്ട കോടതിയാണ്. അതേസമയം രാഹുലിനെ കടന്നാക്രമിച്ചാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ രംഗത്ത് വന്നത്. അദ്ദേഹം ചെയ്ത തെറ്റിനെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരിക്കലും ന്യായീകരിക്കാനാവില്ല. കോൺഗ്രസ് പാർട്ടി ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്തെടുത്തു. ആ തീരുമാനം മുഴുവൻ ശരിയായിരുന്നു. എന്നാൽ ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ള വനിതാ നേതാക്കൾ രാഹുലിന്റെ രാജി സ്വയം തീരുമാനിക്കേണ്ടതാണെന്ന വാദമാണ് ഉയർത്തുന്നത്. ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു കാര്യമാണ്. MLA സ്ഥാനം രാജിവെക്കണമോ വേണ്ടയോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസ് കൃത്യമായിട്ടുള്ള നിലപാട് KPCCയുടെ അധ്യക്ഷൻ തന്നെ വളരെ സുവ്യക്തമായിട്ട് തന്നെ മാധ്യമങ്ങളുടെ മുന്നിലടക്കം പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം രാഹുലിന്റെ കാര്യത്തിൽ സംസ്ഥാന നേതൃത്വം അടിയന്തര നടപടികളിലേക്ക് കടക്കുന്നില്ല. എന്നാൽ ദേശീയ നേതൃത്വം നിലപാടെടുത്താൽ അതനുസരിച്ച് തീരുമാനമെടുക്കാമെന്നാണ് ഇപ്പോൾ ധാരണയിൽ എത്തി നിൽക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ പാർട്ടിക്ക് തലവേദനയായി മാറുകയാണ് രാഹുൽ. എത്ര പ്രതിരോധം തീർത്താലും ചോദ്യങ്ങൾക്ക് മറുപടി വേണം. രാഹുലിനെ തള്ളാതെയും കൊള്ളാതെയും പാർട്ടിയിൽ രണ്ട് വിഭാഗവും. കോൺഗ്രസിന് ഇനി എന്തു പറഞ്ഞ് പിടിച്ചു നിൽക്കാനാകും എന്നതാണ് ചോദ്യം. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ VD സതീഷിന്റെ മറുപടി ഇങ്ങനെയാണ്. രാഹുലിനെതിരായ നടപടി ബോധ്യങ്ങളിൽ നിന്നും എടുത്ത തീരുമാനം. അറബിക്കടൽ ഇരമ്പി വന്നാലും എടുത്ത നിലപാടിൽ മാറ്റമില്ല. രാഷ്ട്രീയത്തിൽ വികാരങ്ങൾക്ക് പ്രസക്തിയില്ല. കൂടുതൽ ചോദ്യങ്ങൾക്ക് നോ കമന്റ്സ് എന്നും പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. ബാക്കി തീരുമാനങ്ങളെല്ലാം KPCC എടുക്കുമെന്നും പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞു. അതേസമയം സ്ത്രീത്വത്തെ അപമാനിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ ചെയ്യുന്നതെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. ദീപാദാസ് മുൻഷി അടക്കം പരാതിക്കാരിയെ കുറ്റം പറയുകയാണ് ചെയ്യുന്നതെന്നും TP രാമകൃഷ്ണനും പറഞ്ഞു. അന്തസ്സും മാന്യതയും ഉണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന മന്ത്രി V ശിവൻകുട്ടിയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്വമേധയാ കേസെടുക്കണമെന്ന് BJP ആദ്യം മുതലേ ആവശ്യപ്പെടുന്നതാണെന്നും രാഹുലിനെ അറസ്റ്റ് ചെയ്യണമെന്നും പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും വ്യക്തമാക്കി. നേതാക്കളുടെ പ്രതികരണത്തിലേക്ക്. ഞാനിതെല്ലാം KPCC പ്രസിഡന്റ് പാർട്ടിയുടെ തീരുമാനം പറയേണ്ടത് അദ്ദേഹമാണ് പറയേണ്ടത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പരാതി ഉന്നയിച്ച സ്ത്രീയെ അപമാനിക്കത്തക്ക നിലയിലുള്ള പ്രതികരണം നടത്തുന്നത് ശരിയല്ലല്ലോ. ദീപാദാസ് ഇവരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ പ്രതികരണം എന്താ? മുഖ്യമന്ത്രിക്കല്ല പരാതി കൊടുക്കേണ്ടത്, പോലീസ് സ്റ്റേഷനിലാണ് പരാതി കൊടുക്കേണ്ടത്. പറയാവൂ അവർ എങ്ങനെ അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ തന്നെ അവരിങ്ങനെ തുറന്നടിച്ച് ഇങ്ങനെ ഒരു പ്രതികരണം. ഈ പരാതി കൊടുത്ത സ്ത്രീയെ മോശപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത്? അങ്ങനെ അത്തരം ഒരു പ്രതികരണം ഭൂഷണമാണ്. കേരളത്തിലെ ജനങ്ങൾ ആകെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഈ സംഭവത്തെ ശക്തമായി എതിർത്തെങ്കിൽ പോലും കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും എല്ലാവിധ പിന്തുണയും പ്രത്യക്ഷമായും പരോക്ഷമായും കൊടുക്കുകയാണ്. CPM-ഉം കോൺഗ്രസ് തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിനെ കുറിച്ച്.
അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ആദ്യം മുതൽ പറയുന്ന കാര്യമാണ്. അപ്പോൾ ഇതൊരു പുതിയ വാർത്തയൊന്നുമല്ലല്ലോ. അപ്പോൾ കേസ് എടുത്തിട്ട് അത് അന്വേഷിക്കണം, അത് അവർ അറസ്റ്റ് ചെയ്യണം. ഇതൊരു കോഗ്നിസബിൾ ഒഫൻസ് ആണ്, അത് അറസ്റ്റ് ചെയ്യണം എന്നാണ് ഞങ്ങൾ ആദ്യം മുതൽ പറയുന്നത്. രാഹുൽ മാങ്കുടത്തെ അറസ്റ്റ് ചെയ്യുക എന്ന ആവശ്യവുമായി കണ്ണൂരിൽ ഡിവൈഎഫ്ഐയുടെ മാർച്ച്. രാഹുലിന്റെ കോലം കത്തിച്ചു. പുറത്തു വന്നിരിക്കുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണെന്നും ഏത് പാതാളത്തിൽ ഒളിച്ചാലും മാങ്കൂട്ടത്തലിനെ കേരള പോലീസ് പിടികൂടുമെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പറഞ്ഞു. അതിജീവിതയുടെ കൂടെയാണോ ഈ സൈക്കോപാത്ത് ക്രിമിനലിന്റെ കൂടെയാണോ എന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കണം. എന്ത് താൽപര്യത്തിനു വേണ്ടിയാണ് അടൂർ പ്രകാശും കെ സുധാകരനും ഉൾപ്പെടെയുള്ളവർ സംരക്ഷണം ഒരുക്കുന്നതെന്നും വി കെ സനോജ് ചോദിച്ചു. ചിത്രീകരിച്ച് അത് കാണിച്ച് വീണ്ടും വീണ്ടും ഭീഷണിപ്പെടുത്തി ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. ഇനി ഏത് പാതാളത്തിൽ ഒഴിച്ചാലും കേരളത്തിലെ പോലീസ് ഈ ക്രിമിനലിനെ പിടിക്കും, ജയിലടക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറയണം അതിജീവിതയുടെ കൂടെയാണോ അല്ലെങ്കിൽ ഈ സൈക്കോപാത്ത് ക്രിമിനലിൻ്റെ കൂടെയാണോ എന്ന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ജനങ്ങളോട് പറയേണ്ടതുണ്ട്. അടൂർ സർവകലാശാല നിയമനങ്ങളുടെ പേരിൽ സർക്കാർ ഗവർണർ പോരിന് വീണ്ടും കളമൊരുങ്ങുന്നു. VC നിയമന പാനൽ കൈമാറിയപ്പോൾ മുഖ്യമന്ത്രി മെറിറ്റ് അവഗണിച്ചുവെന്ന് കാട്ടി ഗവർണർ സുപ്രീം കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചു. സെർച്ച് കമ്മിറ്റി നൽകിയ പാനലിലെ അംഗങ്ങൾക്ക് മുഖ്യമന്ത്രി പരിഗണന നൽകിയില്ലെന്ന് ഗവർണർ. അതേസമയം ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനങ്ങൾ വൈകുന്നതിൽ കടുത്ത അതൃപ്തി സുപ്രീം കോടതി രേഖപ്പെടുത്തി. നിയമനത്തിനുള്ള നടപടി വേഗത്തിലാക്കണമെന്ന് ഗവർണറോട് നിർദ്ദേശിച്ച കോടതി ജസ്റ്റിസ് സുധാംശു ധൂലിയ നൽകിയത് വെറും കടലാസ് കഷ്ണമല്ലെന്നും വ്യക്തമാക്കി. കേരളത്തിലെ സർവകലാശാലകളിലെ VC നിയമനത്തിൽ സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിൽ ഏറ്റുമുട്ടൽ തുടർന്നതോടുകൂടിയാണ് മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് സുധാംശു ധൂലിയയെ സെർച്ച് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായി സുപ്രീം കോടതി നിയമിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം കൂടി അംഗീകരിച്ചായിരുന്നു തീരുമാനം. സർവകലാശാലയിലെ VCകളുടെ കാര്യത്തിൽ 2 മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കണമെന്ന് സുപ്രീം കോടതി അന്ന് നിർദ്ദേശം നൽകിയിരുന്നു. സെർച്ച് കമ്മിറ്റി അംഗീകരിച്ച പാനൽ മുഖ്യമന്ത്രിക്ക് നൽകുകയും ആ പാനലിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുത്ത് ഗവർണർക്ക് നിർദ്ദേശമായി സമർപ്പിക്കാനായിരുന്നു ഉത്തരവ്. നിർദ്ദേശം നൽകി 3 മാസം കഴിഞ്ഞിട്ടും നടപടികൾ ഉണ്ടായില്ല. ഇതോടെയാണ് സംസ്ഥാന സർക്കാർ വിഷയം വീണ്ടും കോടതിയിൽ ഉന്നയിച്ചത്. ഗവർണറുടെ നടപടിയിൽ അതൃപ്തി രേഖപ്പെടുത്തിയ ജസ്റ്റിസ് പാർദിവാല അടങ്ങിയ ബെഞ്ച് നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി നിയമനം നടത്താൻ നിർദ്ദേശം നൽകി. നിയമനത്തിന് ആവശ്യമായ രേഖകൾ കിട്ടിയില്ലെന്ന് ഗവർണർ അറിയിച്ചു. എന്നാൽ ജസ്റ്റിസ് ധൂലിയ നൽകിയത് വെറും കടലാസ് കഷ്ണം അല്ലെന്നായിരുന്നു കോടതിയുടെ മറുപടി. ജസ്റ്റിസ് ധൂലിയ നൽകിയ റിപ്പോർട്ടിൽ തീരുമാനം വൈകുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് ബെഞ്ച് വ്യക്തമാക്കി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കശുവണ്ടി വികസന കോർപ്പറേഷൻ കേസിൽ സർക്കാരിന് തിരിച്ചടി. കോടതി അലക്ഷ്യം പരിശോധിച്ച് മറുപടി പറയാമെന്ന് അതൃപ്തിയോടെ ഹൈക്കോടതി അറിയിച്ചു. സംസ്ഥാന സർക്കാർ അഴിമതിക്ക് കുടപിടിക്കുകയാണോ എന്നും കോടതി ചോദിച്ചു. കേസ് ഡിസംബർ 8 പരിഗണിക്കാൻ മാറ്റി. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് വീണ്ടും ഹൈക്കോടതി. കോടതിയലക്ഷ്യം നടന്നിട്ടില്ലെന്ന സർക്കാരിന്റെ വാദം തള്ളിയ കോടതി പ്രോസിക്യൂഷൻ അനുമതി നൽകാത്തത് കോടതിയലക്ഷ്യം തന്നെയെന്നും നിരീക്ഷിച്ചു. 2006-2015 കാലയളവിൽ കശുവണ്ടി വാങ്ങിയത് പർച്ചേസ് മാനുവൽ പാലിക്കാതെയാണെന്ന CBI വാദം ശരിയല്ലെന്നാണ് സർക്കാർ നിലപാട്. തോട്ടണ്ടി വിളവെടുപ്പായതിനാൽ അപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് വാങ്ങാൻ അനുമതി നൽകിയെന്നുമാണ് സർക്കാരിന്റെ നിലപാട്. കേസിൽ INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ, കോർപ്പറേഷൻ MD KA രതീഷ് എന്നിവരാണ് പ്രതികൾ. സർക്കാർ ഉത്തരവുകൾ നടപ്പാക്കുക മാത്രമാണ് പ്രതികളായ 2 പേരും ചെയ്തതെന്നും CBI ആവശ്യപ്പെട്ട പ്രോസിക്യൂഷൻ അനുമതി നൽകാത്തത് അതിനാലാണെന്നും സർക്കാർ വ്യക്തമാക്കി. പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ CBIക്ക് അനുമതി നൽകാത്ത സർക്കാർ നടപടി ചോദ്യം ചെയ്ത് കൊല്ലം സ്വദേശിയായിരുന്നു കോടതിയെ സമീപിച്ചത്. നിലവാരം കുറഞ്ഞ കശുവണ്ടി ഇറക്കുമതി ചെയ്ത് കോർപ്പറേഷന് 100 കോടിയിലധികം രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നാണ് കേസ്. സത്യവാങ്മൂലം വിശദമായി പരിശോധിച്ച ശേഷം ഹർജി ഡിസംബർ 8 പരിഗണിക്കാൻ മാറ്റി. അമൃത ന്യൂസ്, കൊച്ചി. ശബരിമലയിൽ ചൊവ്വാഴ്ച മുതൽ അന്നദാന സദ്യ വിളമ്പുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ. അഭിപ്രായമനുസരിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലെ തീർത്ഥാടകർക്ക് സദ്യ അല്ലെങ്കിൽ അനുപാതിക സംവിധാനം ഒരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം തുടർച്ചയായ 5-ാം ദിവസവും ശബരിമലയിൽ അയ്യപ്പ ഭക്തരുടെ തിരക്ക് തുടരുകയാണ്. 9 മണിവരെ 86,321 ഭക്തരാണ് ശബരിമലയിൽ ദർശനം നടത്തിയത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ചുമതലയേറ്റെടുത്ത ശേഷം K ജയകുമാർ നടത്തിയ പ്രധാന പ്രഖ്യാപനങ്ങളിലൊന്നായിരുന്നു ശബരിമല അന്നദാനത്തിൽ കേരളീയ സദ്യ ഏർപ്പെടുത്തുമെന്നത്.
ഇക്കാര്യത്തിൽ സന്നിധാനത്ത് അവലോകന യോഗം ചേർന്ന് തീരുമാനത്തിൽ എത്തുകയായിരുന്നു. ചൊവ്വാഴ്ച മുതൽ ഭക്തർക്ക് അന്നദാന മണ്ഡപത്തിൽ കേരളീയ സദ്യ നൽകും. സദ്യയ്ക്കായി സ്റ്റീൽ പ്ലേറ്റാണ് ഉപയോഗിക്കുന്നത്. അഭിപ്രായമനുസരിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലെ തീർത്ഥാടകർക്ക് സദ്യ അല്ലെങ്കിൽ ആനുപാതിക സംവിധാനം ഒരുക്കുമെന്നും കെ ജയകുമാർ പറഞ്ഞു. ക്രമീകരണങ്ങളൊക്കെ ആയിട്ടുണ്ട്. കാരണം പാത്രം വാങ്ങണം. ഇലയിൽ സദ്യ വിളമ്പാൻ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇല കിട്ടുന്നത് മാത്രമല്ല, ഇല ഡിസ്പോസലാണ് പ്രശ്നം. ആനയെ ആകർഷിക്കുന്നവരെ പറയുന്നതിന് ഇത്ര ഇല ഇവിടെ വന്ന് നമ്മളിതെല്ലാം കൂടെ എടുത്ത് ഇൻസിനറേറ്ററിൽ കൊണ്ടിട്ടാൽ ഇൻസിനറേറ്റർ കേടാവും. പിന്നെ ഉള്ളത് ഇതിൻ്റെ വെജിറ്റബിൾ സപ്ലൈ ചെയ്യണം, അതിൻ്റെ കുക്ക് വേണം, വിളമ്പാൻ പ്രത്യേകം ആൾ വേണം. അപ്പോൾ അതിന് വേണ്ടത്ര ആളുകളും പരിചയമുള്ള ആളുകളും പുറത്തുനിന്ന് വരും. തിങ്കളാഴ്ച തൊട്ട് കൊടുക്കണമെന്നായിരുന്നു എൻ്റെ അഭിപ്രായം. പക്ഷേ അത് പ്രായോഗിക ബുദ്ധിമുട്ട് കാരണം ചൊവ്വാഴ്ച മുതൽ നമ്മുടെ സദ്യ കഴിക്കാം. സ്പോട്ട് ബുക്കിംഗ് കാര്യത്തിൽ കോടതി നിർദ്ദേശങ്ങൾ കർശനമായി നടപ്പാക്കും. ബുക്കിംഗ് ഇല്ലാതെ ഭക്തർ എത്തുന്നത് കർശനമായി നിയന്ത്രിക്കും. നിലവിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പര്യാപ്തമാണ്. കുറവുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പരിഹരിക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. എന്നാൽ 12 വിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ഭക്തരുടെ തിരക്ക് സന്നിധാനത്ത് വർദ്ധിക്കുകയാണ്. മണിക്കൂറുകൾ ക്യൂ നിന്നാണ് ഭക്തർ ദർശനം നടത്തുന്നത്. തുടർച്ചയായി ഇത് 5ാം ദിവസമാണ് ശബരിമലയിൽ അയ്യപ്പ ഭക്തരുടെ വൻ തിരക്ക് തുടരുന്നത്. അമൃത ന്യൂസ്, സന്നിധാനം. ദേവസ്വം ബോർഡ് ക്ഷേത്രസ്വത്ത് കാക്കാനാണ്, കക്കാനല്ലെന്ന് CPM തിരിച്ചറിയുന്ന തെരഞ്ഞെടുപ്പായി ഇത് മാറണമെന്ന് ഷാഫി പറമ്പിൽ MP. A. പത്മകുമാറിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകാൻ പോലും കഴിയാത്ത പ്രതിരോധത്തിലാണ് CPM. അകത്തുള്ളവർ പുറത്തുള്ളവരുടെ പേര് പറയുമോ എന്ന ഭയമാണെന്നും ഷാഫി പറമ്പിൽ MP കോഴിക്കോട് പറഞ്ഞു. ഈ വോട്ടെടുപ്പ് അത് കഴിഞ്ഞ് വോട്ടെണ്ണൽ കഴിയുമ്പോൾ ഭരണത്തിലിരിക്കുന്നവർക്ക് മനസ്സിലാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം, ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് അമ്പലത്തിന്റെയും അയ്യന്റെയും സ്വത്തിനെ കാക്കാനുള്ളതാണ്, കക്കാനുള്ളതല്ല എന്നുള്ളത് അവർ തിരിച്ചറിയുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഇതിനെ മാറണം. പാർട്ടി MLA ആക്കി ലോകം ഉറ്റുനോക്കുന്ന സന്ദർശനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം സ്വീകരിച്ച് ഡിസംബർ 4-ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനും ഉഭയകക്ഷി ബന്ധത്തിലെ പുരോഗതി വിലയിരുത്തുന്നതിനും പുടിന്റെ സന്ദർശനം ഗുണകരമാകുമെന്നാണ് ഇന്ത്യയുടെ പ്രതീക്ഷ. റഷ്യ-യുക്രൈൻ സംഘർഷത്തിന് ശേഷമുള്ള പുടിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനമാണ് ഇത്. 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായാണ് പുടിന്റെ ഇന്ത്യ സന്ദർശനം. ഡിസംബർ 4-ന് ഇന്ത്യയിലെത്തുന്ന പുടിനെ രാഷ്ട്രപതി ദ്രൗപദി മുർമു സ്വീകരിക്കുകയും വിരുന്ന് നൽകുകയും ചെയ്യും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പുടിന്റെ വരവ്. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം അവലോകനം ചെയ്യാനും ഭാവി പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും സന്ദർശനം വഴിയൊരുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. പ്രാദേശികവും ആഗോളവുമായ നിർണായക വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും ആശയവിനിമയം നടത്തും. പുടിന്റെ സന്ദർശന വേളയിൽ പുതിയ കരാറുകളിൽ ഒപ്പുവെക്കാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും പുടിൻ കൂടിക്കാഴ്ച നടത്തും. അമേരിക്കയുടെ അധിക നികുതിയും റഷ്യ-യുക്രൈൻ യുദ്ധവും കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യും. റഷ്യൻ എണ്ണ വാങ്ങുന്നതിലെ ഉപരോധങ്ങളും ചർച്ചയാകും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള പദ്ധതികളും കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യും. 2021-ലാണ് പുടിൻ അവസാനമായി ഇന്ത്യ സന്ദർശിച്ചത്. റഷ്യ-ഉക്രൈൻ സംഘർഷത്തിന് ശേഷമുള്ള പുടിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനം അതീവ പ്രാധാന്യത്തോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. 3 ലോകരാഷ്ട്രങ്ങളിൽ നിന്നുമുള്ള കുടിയേറ്റം സ്ഥിരമായി നിർത്തിവെക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കുടിയേറ്റം അമേരിക്കയുടെ പുരോഗതിക്ക് തുരങ്കം വെച്ചതായും അദ്ദേഹം ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച കുറിപ്പിൽ കുറ്റപ്പെടുത്തി. പൗരന്മാരല്ലാത്തവർക്കുള്ള എല്ലാ ഫെഡറൽ ആനുകൂല്യങ്ങളും സബ്സിഡികളും നിർത്തലാക്കുമെന്നും ട്രംപ് പറഞ്ഞു. ആഭ്യന്തര സമാധാനം തകർക്കുന്ന കുടിയേറ്റക്കാരുടെ പൗരത്വം റദ്ദാക്കുമെന്നും നാട് കടത്തുമെന്നും ട്രംപ് കുറിച്ചു. വൈറ്റ് ഹൌസിന് മുൻപിലെ വെടിവെപ്പിന് പിന്നാലെയാണ് ട്രംപിന്റെ കുറിപ്പ്. ഹോങ്കോങ്ങിലെ തായ്പോയിലെ കെട്ടിട സമുച്ചയത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരണസംഖ്യ 128ആയി. 100-ലേറെ പേരെ പൊള്ളലേറ്റ നിലയിൽ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. പലരുടെയും നില ഗുരുതരമാണ്. വാങ്ഫുക് കോർട്ട് കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോഴും തീയുണ്ട്. തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. 8 ബ്ലോക്കുകളിലായി 32 നിലകൾ വീതമുള്ള കെട്ടിടങ്ങളിൽ 7 ബ്ലോക്കുകളിലാണ് തീപിടിച്ചത്. ഒരു കെട്ടിടത്തിന്റെ 16-ാം നിലയിൽ നിന്നും ഒരാളെ ജീവനോടെ പരിക്കേൽപ്പിക്കാതെ രക്ഷിക്കാനും സാധിച്ചിട്ടുണ്ട് എന്ന് അധികൃതർ വ്യക്തമാക്കി. കെട്ടിടത്തിന്റെ നവീകരണ ജോലികളിൽ ഏർപ്പെട്ടിരുന്ന 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു.
കർണാടകയിലെ മുഖ്യമന്ത്രി പദത്തിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ചർച്ചകൾ തുടർന്ന് കോൺഗ്രസ് നേതൃത്വം. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ തുടങ്ങിയ നേതാക്കളുമായി നേതൃത്വം നേരിട്ട് ചർച്ച നടത്തും. അതേസമയം നാളെ രാവിലെ മുഖ്യമന്ത്രിയുടെ വസതിയിൽ ചർച്ചയുണ്ടാകും. BJPയുടെ വലിയ വെല്ലുവിളി മറികടന്നാണ് കർണാടകയിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയത്. DK ശിവകുമാറും സിദ്ധരാമയ്യയും ഒന്നിച്ച് പോരാട്ടം നയിച്ചു. പിന്നീട് നേതൃത്വവുമായി നടന്ന ചർച്ചയിലാണ് ഒരാൾക്ക് 2.5 വർഷം മുഖ്യമന്ത്രി പദം പങ്കിടൽ ധാരണ മുന്നോട്ട് വന്നത്. ആ സമയം അവസാനിച്ചു. എന്നാൽ ഇക്കാര്യത്തിൽ നേതൃത്വം ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ ഇരു നേതാക്കൾക്കും ഒപ്പം നിൽക്കുന്ന MLA-മാർ ഇപ്പോഴും അവകാശവാദം തുടരുകയാണ്. തനിക്ക് ഒരു ധൃതിയുമില്ലെന്നാണ് മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച ചോദ്യങ്ങൾക്കുള്ള DK ശിവകുമാറിന്റെ പ്രതികരണം. സിദ്ധരാമയ്യ നേരിട്ട് പ്രതികരണങ്ങൾ നടത്തുന്നില്ലെങ്കിലും അദ്ദേഹവുമായി അടുത്തു നിൽക്കുന്ന നേതാക്കൾ മുഖ്യമന്ത്രി പദം മാറില്ലെന്ന സൂചനകൾ പങ്കുവയ്ക്കുന്നുണ്ട്. മുഖ്യമന്ത്രി മാറ്റം സംബന്ധിച്ച ധാരണകളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന അവകാശവാദവുമായി സിദ്ധരാമയ്യയുടെ മകനും MLC അംഗവുമായ യതീന്ദ്ര സിദ്ധരാമയ്യ രംഗത്ത് വന്നിട്ടുണ്ട്. സംസ്ഥാനത്തെ ഭരണം സംബന്ധിച്ച് ആർക്കും ആക്ഷേപങ്ങളില്ലെന്നും പിന്നെ എന്തിനാണ് നേതൃമാറ്റം എന്നാണ് യതീന്ദ്ര ചോദിക്കുന്നത്. ഉടൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സിദ്ധരാമയ്യയും. അതേസമയം ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടലിലൂടെ ധാരണ പാലിക്കപ്പെടും എന്ന പ്രതീക്ഷയിലാണ് DK ശിവകുമാർ പക്ഷം മുന്നോട്ടു പോകുന്നത്. ഇരു നേതാക്കളെയും ഒന്നിച്ചിരുത്തി ചർച്ച ചെയ്ത് നിലവിലെ രാഷ്ട്രീയ പ്രതിസന്ധി പരിഹരിക്കാനാണ് കോൺഗ്രസ് നേതൃത്വം നീക്കം തുടങ്ങിയിരിക്കുന്നത്. DK ശിവകുമാറിന് പുറമെ സംസ്ഥാന ആഭ്യന്തരമന്ത്രിയും സിദ്ധരാമയ്യയുടെ അനുയായിയുമായ G പരമേശ്വരയും മുഖ്യമന്ത്രി സ്ഥാനത്തിന് അവകാശവാദമുന്നയിച്ച് രംഗത്തുണ്ട്. എന്നാൽ ഇത് സിദ്ധരാമയ്യയുടെ മുഖ്യമന്ത്രി പദം സംരക്ഷിക്കാനാണെന്ന് മറുപക്ഷം ആരോപിക്കുന്നു. ന്യൂസ് ഡെസ്ക് അമൃത TV. കർണാടകയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തിനു വേണ്ടി സിദ്ധരാമയ്യയുമായി പോരാട്ടം കടുക്കുന്നതിനിടെ അധികാരം വേണ്ടെന്ന് വെച്ച സോണിയാഗാന്ധിയെ ഉദാഹരിച്ച് DK ശിവകുമാർ 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UPA വിജയിച്ചപ്പോൾ പ്രധാനമന്ത്രിയാകാൻ സോണിയയ്ക്ക് അവസരം ലഭിച്ചുവെങ്കിലും അവർ അത് നിരാകരിക്കുകയും മൻമോഹൻ സിംഗിന് അവസരം നൽകുകയും ചെയ്തുവെന്നായിരുന്നു ശിവകുമാറിന്റെ വാക്കുകൾ. ബംഗളൂരുവിൽ ഒരു സർക്കാർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ സർക്കാർ ನಮ್ಮದಲ್ಲ, ಈ ಸರ್ಕಾರ ನಿಮ್ಮದು. ನಿಮಗೋಸ್ಕರ, ನಿಮ್ಮ ಅಭಿವೃದ್ಧಿಗೋಸ್ಕರ ನಾವು ಈ ಸರ್ಕಾರದಲ್ಲಿ ಅನೇಕ ಕಾರ್ಯಕ್ರಮಗಳನ್ನು ನಾವು ರೂಪಿಸ್ಕೊಂಡು ಬರ್ತಾ ಇದ್ದೇವೆ. ವಿಶ್ವಾಸ ಇರಲಿ. ಎಷ್ಟು ದೊಡ್ಡ ಸಂಖ್ಯೆಯಲ್ಲಿ ತಾವು ಸೇರಿದ್ದೀರಿ. ಇವತ್ತು ತಾವು ಜನ್ಮ ನೀಡ್ತಾ ಇರುವಂತ ತಾಯಿ ಎಂದಿರು ನೀವು. ಇವತ್ತು ಜೋಪಾನವಾಗಿ ತಾಳ್ಮೆಯಿಂದ ಕಾಪಾಡುವಂತ ಮಕ್ಕಳ ಅಕ್ಕ ನೀವು. കായിക വാർത്തകൾ നോക്കാം. സയ്യിദ് മുഷ്താഖ് അലി T20 ക്രിക്കറ്റിലെ 2ാം മത്സരത്തിൽ കേരളത്തിന് തോൽവി. റെയിൽവേസിനെതിരെ 32 റൺസിനാണ് കേരളത്തിന്റെ തോൽവി. ആദ്യം ബാറ്റ് ചെയ്ത റെയിൽവേസ് ഉയർത്തിയ 150 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കേരളത്തിന്റെ ഇന്നിംഗ്സ് 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 117 റൺസിൽ അവസാനിച്ചു. കേരള ബാറ്റിംഗ് നിരയിൽ ആർക്കും പിടിച്ചു നിൽക്കാനായില്ല. ഓപ്പണറായി ഇറങ്ങിയ 19 റൺസ് എടുത്ത ക്യാപ്റ്റൻ സഞ്ജു സാംസണാണ് കേരളത്തിന്റെ ടോപ്പ് സ്കോറർ. ആദ്യ മത്സരത്തിൽ ഒഡീഷയെ കേരളം 10 വിക്കറ്റിന് തോൽപ്പിച്ചിരുന്നു. 30-ന് ഛത്തീസ്ഗഡിനെതിരെയാണ് കേരളത്തിന്റെ അടുത്ത മത്സരം. ഇടുക്കി മൂന്നാറിന് സമീപം സ്കൈ ഡൈനിങ്ങിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ താഴെ എത്തിച്ചു. 5 പേരാണ് കുടുങ്ങിയത്. 120 അടി ഉയരത്തിൽ 4.5 മണിക്കൂറോളം ഇവർ കഴിയേണ്ടി വന്നു. മംഗലാപുരം സ്വദേശികളായ മലയാളികളാണ് മൂന്നാറിന് സമീപം ആനച്ചാലിൽ സ്കൈ ഡൈനിങ്ങിൽ കുടുങ്ങിയത്. മുഹമ്മദ് സഫ്വാൻ, ഭാര്യ തൗഫീന, മക്കളായ ഇവാൻ, ഇനാര എന്നിവരാണ് കുടുങ്ങിയത്. ജീവനക്കാരിയായ ഹരിപ്രിയയും ഇവർക്കൊപ്പമുണ്ടായിരുന്നു. ഫയർഫോഴ്സ് സംഘമാണ് എല്ലാവരെയും താഴെ എത്തിച്ചത്. കുട്ടികളെ ആദ്യം താഴെ ഇറക്കി. ഇതിൽ 2.5 വയസ്സുള്ള കുട്ടിയും ഉണ്ടായിരുന്നു. പേടിക്കേണ്ടൊന്നുമില്ല. നമുക്ക് ഇവിടുന്ന് കറക്റ്റ് കാര്യങ്ങളെല്ലാം അറിയിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ ടെൻഷൻ ആവേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, നമുക്ക് ഇതിന് മുന്നേ ഇന്നുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ. 5 പേരായിരുന്നു. 5 പേര്, ഒരു 2 പിള്ളേരും പിന്നെ ഞങ്ങൾ 3 പേര്. ക്രെയിനിന്റെ സാങ്കേതിക തകരാറാണ് അപകട കാരണമെന്നാണ് അധികൃതർ പറയുന്നത്. 120 അടിയോളം ഉയരത്തിൽ 3 മണിക്കൂറിലധികം സമയമാണ് സംഘം കുടുങ്ങിയത്. സ്കൈ ഡൈനിങ് കേന്ദ്രം ഉയർത്തി നിർത്തിയിരുന്ന ക്രെയിനിനുണ്ടായ സാങ്കേതിക തകരാറാണ് അപകടത്തിന് കാരണം. മൂന്നാർ, അടിമാലി എന്നിവിടങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി വടം ഉപയോഗിച്ചാണ് സഞ്ചാരികളെ സുരക്ഷിതമായി താഴെ എത്തിച്ചത്. സംഭവം നടന്ന് ഏറെ നേരത്തിന് ശേഷമാണ് ഫയർഫോഴ്സിനെ വിവരമറിയിച്ചത്. വേണ്ടത്ര അനുമതിയില്ലാതെയാണ് കേന്ദ്രം പ്രവർത്തിക്കുന്നതെന്നാണ് പ്രാഥമിക വിവരം. അമൃത ന്യൂസ്, ഇടുക്കി.
BJPയുടെ താൽപര്യപ്രകാരമാണ് കേരള സർക്കാർ പ്രവർത്തിക്കുന്നതെന്നതിന്റെ തെളിവാണ് ലേബർ കോഡിൽ കണ്ടതെന്ന് KC വേണുഗോപാൽ MP. PM ശ്രീ പദ്ധതിയിലും ഇത് കണ്ടു. കേന്ദ്ര ഗവൺമെന്റിന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് PM ശ്രീയിൽ കേരള സർക്കാർ പ്രവർത്തിച്ചത്. ലേബർ കോഡിൽ എന്താണ് CPMന്റെ നിലപാടെന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റിന്റെ കൃത്യമായിട്ടുള്ള ഇച്ഛയ്ക്കനുസരിച്ചാണ് PM ശ്രീയിൽ സർക്കാർ പ്രവർത്തിച്ചത്. അതേപോലെ തന്നെ ലേബർ കോഡ് നമ്മുടെ നാട്ടിലെ തൊഴിലാളികൾക്ക് സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്കയുണ്ടാക്കുന്ന തൊഴിൽ സമൂഹമാകമാനം ഇതിന് CITUവും ATUC അടക്കമുള്ള സംഘടനകൾ എല്ലാവരും ആശങ്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഈ ലേബർ കോഡ്. കേന്ദ്ര ഗവൺമെൻറ്റിൽ ആ ലേബർ കോഡ് ഉണ്ടാക്കുമ്പോൾ ദേശവ്യാപകമായിട്ട് പ്രക്ഷോഭം നടത്താൻ ഈ സംഘടനകൾ ചിന്തിക്കുന്നതിനിടയിലാണ് കേരളത്തിൽ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് നടപ്പിലാക്കിയിരിക്കുന്നത്. എന്താണ് CPMന്റെ നിലപാട് ഇക്കാര്യത്തിൽ? അവർ തൊഴിലാളി പാർട്ടി എന്നുള്ള അത് മടക്കി വെച്ചോ? ഇതവർ വ്യക്തമാക്കേണ്ടതാണ്. അത് മാത്രമല്ല, ഇതിപ്പോൾ ഒന്നിന് പിറകെ ഒന്നായിട്ട് BJPയോട് വിധേയത്വം കാണിക്കുന്ന ഒരു സർക്കാരായിട്ട് കേരള സർക്കാർ മാറിക്കൊണ്ടിരിക്കുകയാണ്.